നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. ആദ്യമായി നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നോക്കാം. നിങ്ങളുടെ പേഴ്സന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങളെ രണ്ടുപേരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നിങ്ങളുടെ ബന്ധത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാന ഫാക്ടർ എന്താണ്? ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. ലവേഴ്സ്, നിങ്ങൾ ഈ വ്യക്തിയെ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. വളരെ എന്താ പറയാ, ഇദ്ദേഹമല്ലാതെ ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇതൊരു ഡിവൈൻലി തീരുമാനിച്ച, പ്രപഞ്ച ശക്തി തീരുമാനിച്ച ഒരു ബന്ധം നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് കാണുന്നത്. വളരെ ശക്തമായ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഇദ്ദേഹത്തോടുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ആറ്റിറ്റ്യൂഡ് കിങ് ഓഫ് വാൻഡ്സ് ആണ്. വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഈ ബന്ധത്തിൽ വളരെയധികം എക്സൈറ്റ്മെന്റ്, അതുപോലെ ഒരുപാട് എനർജി തരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഒരു പ്രത്യേക കാരിസ്മാറ്റിക് പേഴ്സൺ ആണ്. നമുക്ക് കണ്ടാൽ തന്നെ ആളൊറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ എന്താ പറയാ, ആളുകൾ ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. കൂടാതെ അധികം നേതൃത്വ ഗുണം ഉള്ള ഒരാളാണ്. ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനൊരു പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ കഴിവുള്ള ആളാണ്. പിന്നെ ഒരു സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം ആത്മവിശ്വാസം ഉണ്ട്. പിന്നെ എന്താ പറയുക, ബന്ധത്തിലേക്ക് ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, ഇതൊക്കെ ഇദ്ദേഹം തരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. വളരെയധികം റൊമാൻറ്റിക് ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതുപോലെ അട്രാക്ഷൻ, നിങ്ങൾ തമ്മിൽ അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. പാർട്ട്നേഴ്സ് തമ്മിൽ അട്രാക്ഷൻ വളരെയധികം സ്ട്രോങ് ആണ്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. വാൻഡ്സിന്റെ എനർജിയാണ് പൊതുവെ നമ്മളിപ്പോഴത്തെ ഈ റീഡിങ്ങിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പാഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി, ആക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഫയർ സൈൻ ആണ് വാൻസ്. അപ്പം അതുമാതിരി തന്നെ ഒരു വളരെ എനർജറ്റിക് ആയിരിക്കും ബന്ധം എന്ന് പറയുന്നു. 7 ഓഫ് വാൻഡ്സ് എന്ന് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് പറയാ റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്കൊരു ധൈര്യം, അതുപോലെ ആത്മവിശ്വാസം, ഇതോടുകൂടി നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ശരിക്കും എക്സ്പ്രസ് ചെയ്യണം, അഭിപ്രായങ്ങളെ തുറന്ന് പറയണം. അങ്ങനെ ആകുമ്പോഴാണ് അത് കൂടുതൽ ഒരു ഒതന്റിസിറ്റി അല്ലെങ്കിൽ ഇൻറ്റിമസിയിലേക്ക് പോവുള്ളൂ. അത് പാർട്ട്ണർക്ക് ഇഷ്ടപ്പെടുമോ, അയാൾക്ക് നമ്മളെ വിട്ടു പോവോ, അങ്ങനെയുള്ള പേടി കൊണ്ട് നിങ്ങൾ സ്വന്തം വ്യക്തിത്വം നിങ്ങൾ മറച്ചു വെക്കരുത്. നിങ്ങൾ ആക്ച്വലി എന്താണ് ആ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ഓപ്പൺ ആയിട്ട് പെരുമാറുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടുള്ളവർ കൂടെ നിൽക്കട്ടെ. അല്ലാതെ നമ്മളൊരു മുഖം മൂടിയിട്ടിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് അധിക കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും അയാൾ യഥാർത്ഥ വ്യക്തിത്വം പുറത്തു വരും. അപ്പം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും നാച്ചുറലി. അപ്പം നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ഓപ്പൺ ആയിട്ട് സത്യസന്ധമായിട്ട് പാർട്ട്ണറോട് പെരുമാറുക. അത് കണ്ടിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ ബന്ധം ദീർഘകാലം നിലനിൽക്കും.